ഇതാണ് വീട്. പെങ്ങളെ ഇറങ്ങി വാ. ഇതാ നമ്മുടെ സ്പോൺസർ ബാബ ഹാദി ഗദ്ദാമ. جيب الجواز. جواز باسبورت. പാസ്പോർട്ട് കൊടുക്കാൻ. روحي جوا. അകത്തോട്ട് പൊക്കോളാൻ. നേരെ ചെന്നിട്ട് ലെഫ്റ്റ്. ശരി. عسى ما تأخرت عليكم. لا ما هي مشكلة. ليش حيرانة؟ تعالي تعالي. سميرة هذه الخدامة الجديدة. ايش اسمك؟ قولي لي ايش اسمك؟ Your name. أشوتي. اسمها أشوتي. فاطمة عندنا خدامة لأعمال المطبخ. انت عليك باقي شغل البيت. أنت تربين الأولاد كمان. فاطمة هذه خدامة من البارية جديدة، أبغاش تعلمينها كل شغل البيت، فهمتي؟ دليها الغرفة وأعطيها عباية تلبسها. تعالي هذه غرفتي. ساري هذا هلو هلايكي. أنا شفته في فيلم هندي. غيري ساري مش مناسب هنا. جين ساري. കൊള്ളാലോ. പെങ്ങളെ കാണാൻ ഇപ്പൊ നല്ല മൊഞ്ച്. പൊന്നാനി പോയി മാർക്കം കൂടിയ പോലുണ്ട്. أشوتي أنت جميلة السينة سبيكي. ഫാത്തിമ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്ക് ആര് പറഞ്ഞതും മനസ്സിലാവണില്ല. സാരമല്ല, പതിയെ പഠിച്ചോളും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. സ്പോൺസറുടെ ഭാര്യ വിളിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, സൂക്ഷിച്ച് ചെല്ല്. പുതിയ മുഖ أشوتي أنت كنت فين؟ كم هي؟ معلش حبيبتي معلش، لا تبكي ماما لا تبكي، معلش حبيبتي معلش. تعالي جوا. خلي عينيكي على بدر.
وخذيه غسليه بعدين نظف البلد. Take him and wash. Then clean the floor. Understand? استعملي هذا دواء بكرة ياسر كلهم تمام. في ألم pain കുറവുണ്ട്. مين في البيت ആ house مين في മൈ ഹൗസ് കേരള. house ഓ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നോ? ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ. انتي متزوجة ها كليانام no കല്യാണം. മൈ ലാംഗ്വേജ്. your language Kalyanam my language Manika. your language good Usman speak I study. അതിനെന്താ, ഞാൻ പഠിപ്പിക്കാലോ. ഐ ടീച്ച് മലയാളം. നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം. കേട്ടിട്ടുണ്ടോ കേരളം? ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടുത്തെ പോലെയല്ല, മുഴുവൻ പച്ചയാ. ഫുൾ ഗ്രീൻ, ഫുൾ നിറയെ മരങ്ങളാ. ട്രീസ് ട്രീസ്. 6 months മഴ. മഴ നനഞ്ഞിട്ടുണ്ടോ? റെയിൻ റെയിൻ. نحن ساكن في شاطئ البحر أبوي روح البحر ما يرجع بعد يومين أو 3. أنا ماما يكون 1 بالليل. أنا أسمع صوت أنواجه بحر. ബെസ്റ്റ്. രണ്ടുപേരും ഇങ്ങനെ അവനവന്റെ ഭാഷയിൽ സ്പീക്കിക്കൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് വട്ടാവുമല്ലോ. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇന്തോനേഷ്യ ഇവരുടെ രാജ്യം. സുനാമി വന്ന് നാട് മുഴുവൻ കടലെടുത്തപ്പോ കൂടെ ഇവളുടെ ബാപ്പയും ഉമ്മയും കൂടപ്പിറപ്പുകളും ഒക്കെ പോയി. ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നുകൊണ്ട് ഇവള് മാത്രം രക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരു ഭാരം കൂടി താങ്ങണ്ടെന്ന് തോന്നിയപ്പോ അവരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. മാസാമാസം കാശ് അയച്ചു കൊടുക്കാൻ അവർക്കൊരാളെ കിട്ടിയല്ലോ. ഈ ഫോൺ കൈവച്ചോ. രാത്രി മാത്രം ഓൺ ചെയ്താൽ മതി. പകൽ ഇതും ചെവി വെച്ചോണ്ട് നിൽക്കുന്ന കണ്ട ആ അറബിത്തള്ളയുടെ കയ്യിൽ നിന്ന് മുതുകിന് കിട്ടും. നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം എല്ലാം റീചാർജ് ചെയ്യാനേ മതിയാവൂ. ശരി. Это Salik. عثمان يا عثمان، وين راح عثمان؟ തുടങ്ങി. عثمان سوي صفا. റെഡി ബാബ. എവിടെയെങ്കിലും ഒന്ന് നിക്ക്. കിളവന് കാഴ്ച കുറവെന്നാ പറയുന്നത്. വേറെ ഒന്നും കണ്ടില്ലെങ്കിലും ഒരു പെണ്ണ് 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാലും കിളവന് നന്നായിട്ട് കാണാം. പിന്നെ തോണ്ടലും കുത്തലും. കിളവനല്ലേന്ന് കരുതി കണ്ണടച്ചേക്ക്, അല്ലെങ്കിൽ പണി പാളും.
മുമ്പ് ഫാത്തിമാക്ക് നേരെയായിരുന്നു കിളവന്റെ ആക്രമണം. ايش فيك؟ قلت نظيف أرديات كويس. اسمع يوم تكون هنا يتكلم عربي ما في قرقر قرقر. سمعت يا عثمان؟ أشتي أشتي ദേ വിളിക്കുന്നു. عثمان ايش؟ ترجم لها ايش اقول لك. طيب مدام. انت لازم تغسلين ستاير كلها غسليها كويس. തുണിയെല്ലാം വൃത്തിയായിട്ട് കഴുകണമെന്ന്. بعدين لما بدر يقوم عطيه اكل. ആ തടിയൻ ചെക്ക ഉണരുമ്പോ അമുക്ക എന്തെങ്കിലും വായിൽ വെച്ചു കൊടുക്കാൻ. اسمعيني بالليل جاينا ضيوف ولازم تسوي لهم طعام. فهمها اكل هم രാത്രിയിൽ വിരുന്നിന് ഫുഡ് ഉണ്ടാക്കണമെന്ന്. എല്ലാരും കൂടി ഫാം ഹൗസിലേക്ക് പോകുന്നത് വെട്ടി വിഴുങ്ങാനാ. തിരിച്ചു വരുമ്പോഴും തിന്നേണ്ട വിചാരേ ഉള്ളൂ. കഷ്ടം. عثمان تعال. ഞാൻ ഇവറ്റകളെ എല്ലാം മേയാൻ വിട്ടിട്ട് വരാം. يلا يلا يا വരി عثمان. വരി. ഇതാ ഈ മലയാളികളുടെ കുഴപ്പം. മിണ്ടിയ കല്യാണം കൂടെ പൊറപ്പിക്കൽ. ഈ മെന്റാലിറ്റി മാറണമെങ്കിൽ കുറച്ചുനാൾ കേരളം വിട്ട് താമസിക്കണമെന്ന് പറയുന്നത് വെറുതെ അല്ല. എന്റെ പെങ്ങളെ ഇത് അങ്ങനെയൊന്നുമില്ല. ഞാനും അവളും കൂടി ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്, അത്രേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചിട്ട് ഉസ്മാൻ കളിക്കുന്നതെന്ന് ഓർക്കണം. നിനക്ക് നാട്ടിലെ ഭാര്യ മക്കളൊക്കെ ഇല്ലേ ഉസ്മാനെ? അത് നാട്ടിലല്ലേ, പക്ഷെ എന്റെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഈ കണ്ണും ചെവി എന്നൊക്കെ പറയുന്നത് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും കൂടിയിട്ടാണ് പെങ്ങളെ. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കാണണ്ട കേൾക്കണ്ട. എന്തേ പെങ്ങളുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളം സ്പോൺസർ എന്നെ ഏൽപ്പിച്ചതാ. 600 റിയാലുണ്ട്. 600 റിയാലോ? പോരുമ്പോ പറഞ്ഞത് 800 റിയാലാ. 200 റിയാല് എന്റെ കമ്മീഷൻ. ഇടയ്ക്ക് എന്റെ മുറിയിലേക്ക് വന്നു പോകുന്നതിന് ഞാൻ ആ പെണ്ണിന് കുറച്ച് കാശ് കൊടുക്കാറുണ്ട്. കൂലിയായിട്ടൊന്നും അല്ല കേട്ടോ, ഒരു സ്നേഹം. ആ കാശ് ഇങ്ങനെയൊക്കെയല്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. നാട്ടില് ഭാര്യ മക്കളും ഉള്ളതല്ലേ, അവർക്ക് അയക്കുന്നതിൽ കുറവ് വരാൻ പാടില്ലല്ലോ. അപ്പൊ ഈ കാശ് ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് അയച്ചേക്കണേ. അമ്മേ വേഗം വാ, കത്തുണ്ടെന്ന് തോന്നണു. ചേച്ചിയുടെ കത്താണോ മോളെ? അല്ല, കുറിക്കമ്പനിന്നാ. തവണ മുടങ്ങിയത് വേഗം അടയ്ക്കാൻ. ഈശ്വര, എന്റെ മോക്ക് എന്താ പറ്റിയേ? അമ്മേ വേഗം വന്ന്, പുറത്തുനിന്നുള്ള നമ്പറാ. ഹലോ ഹലോ, അശ്വതിയുടെ വീടല്ലേ? അതെ, ആരാ സംസാരിക്കുന്നേ? ഞാൻ സൗദിന്നാ. എനിക്ക് അശ്വതിയെ പറ്റിയിട്ടുള്ള ചില വിവരങ്ങൾ അറിയാനാ. സൗദിന്നാ. ഹലോ, ആരാ സംസാരിക്കുന്നേ? എന്റെ മോൾ എവിടെയാ? അവളെന്താ വിളിക്കാത്ത? അശ്വതിയുടെ അമ്മയല്ലേ? അശ്വതി നാട്ടിലോട്ട് അവസാനമായി വിളിച്ചത് എപ്പോഴായിരുന്നു? അയ്യോ, അവക്ക് എന്താ പറ്റിയത്? എന്റെ മോടെ ശബ്ദം കേട്ടിട്ട് ഇപ്പൊ മാസം 5 ആഴ്ചയിൽ ഒരിക്കൽ ഇവിടേക്കും അവിടെ ഭർത്താവിന്റെ വീട്ടിലേക്കും ഉടങ്ങാതെ വിളിച്ചോണ്ടിരുന്ന കുട്ടിയെ 2 മാസം കൃത്യമായിട്ട് പൈസ അയച്ചോണ്ടിരുന്നു. ഇപ്പൊ വിളിയുമില്ല, കത്തുമില്ല. അവളുടെ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ട്, കിട്ടുന്നുമില്ല. എന്താ എന്റെ മോക്ക് പറ്റിയേ? ആരാ നിങ്ങള്? ഞങ്ങൾക്ക് അവിടെ കാശും പണം ഒന്നും വേണ്ട. ജീവനോട് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി.
ഹലോ, ആ റസാഖ് പറ. അതെയോ, വിളിച്ചോ? എന്താ അവരുടെ ഭാഗത്തുനിന്ന് റിയാക്ഷൻ? അതെയോ, ഇവിടുത്തെ പത്രത്തിൽ വാർത്ത വന്ന കാര്യം താൻ അറിയിച്ചോ? 5-6 മാസമായിട്ട് യാതൊരു വിവരമില്ലാത്ത മകളെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെന്ന് ഞാൻ എങ്ങനെയാ പറയാ? എന്തായാലും നാളെ ഞാൻ ബുറൈദ് വരെ പോകുന്നുണ്ട്. സ്പോൺസറുടെ വീട്ടിൽ കയറി നേരിട്ട് അന്വേഷിച്ച് കളയാം. ആ അന്വേഷണ റിപ്പോർട്ട് അപ്പം അറിയിക്കാം. സൺഡേക്കോളം തികച്ചില്ലെങ്കിൽ തന്റെ പണി പോകുന്ന കേസല്ലേ? ആ റസാഖെ, 3 കോളം 4 സെന്റിമീറ്റർ തേക്കാൻ പറ്റിയ ഒരു വാർത്ത കൂടി കിട്ടുമോ? വിചാരിച്ച പരസ്യം വന്നില്ല. ഞാനൊരു ചാന്ത് ഭാഷയെ പറ്റി പറഞ്ഞില്ലേ, അത് കൊടുത്തോളൂ. അതൊക്കെ ഒരു വാർത്തയാണോടൂ? പത്രക്കാർക്ക് പോലും നിങ്ങളുടെ ചാന്ത് ഭാഷ ഒരു വാർത്തയല്ല. അയാളെ ഞാൻ ആശുപത്രി കൊണ്ടുപോയി തിരിച്ചുകൊണ്ടുവന്നു. ഇനി ഞാനെന്ത് ചെയ്യാനാ? അയാളെ ഇനി ക്യാമ്പിൽ നിർത്താൻ പറ്റില്ല. നാട്ടിലേക്ക് വിളിച്ചപ്പോ തിരിച്ചയക്കണ്ടെന്ന് അയാളുടെ ഭാര്യ പോലും പറഞ്ഞിരിക്കുന്നത്. അതെന്താ? കണ്ടോ, ഇയാൾ ഒരുപാട് തിന്നും. 4 പണിക്കാർ കഴിക്കണ ഭക്ഷണം ഇയാൾ ഒരു നേരം ഒറ്റയ്ക്ക് കഴിക്കും. ഞങ്ങളും അടുത്ത് ഉപ്പും മുളകും കൂട്ടി വായിക്ക് പിടിക്കുന്ന എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ? ഇതൊരുമാതിരി തവിട് തിന്നുന്ന പോലെ ഉണ്ട്. അത് ശരി, ഇന്നിവിടെ ആക്കി ഒറ്റ പോക്കായിരുന്നല്ലേ? ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ദിവസം 3ആയി. ഒരിക്കലും തിരിഞ്ഞു നോക്കാനില്ല. ദൈവം ഒരു കാര്യം പറഞ്ഞേക്കാം, വായിക്കും വരണം പിടിച്ച് എന്തെങ്കിലും തിന്നാൻ കിട്ടാതെ ഇവിടെ എന്നെ കൊണ്ട് കിട്ടൂല. കുറച്ച് കാശ് കൊടുത്തു വെച്ചാല്. അതെ, വാങ്ങുമ്പോഴേ സിഗരറ്റുള്ളത് കൂടി ചേർത്ത് വാങ്ങണം, മനസ്സിലാണോ? ഈ പ്ലാസ്റ്റർ ഒന്ന് വെട്ടിക്കോട്ടെ ചന്ദ്രഭാഷ. ഡീപ്പോർട്ടേഷനിലെ കാര്യങ്ങൾ അപ്പോഴേക്കും ശരിയാക്കാം. ഏയ്, നാട്ടിൽ പോവാനൊന്നല്ല, ബിരിയാണി കഴിച്ചിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കിയില്ലേ പോവാവൂ. വരണ വെള്ളിയാഴ്ച ക്യാമ്പിൽ ഇൻസ്പെക്ഷൻ ഉണ്ടാവും. കമ്പനിയുടെ പണിക്കാരല്ലാത്ത ഒരാളെ ക്യാമ്പിൽ കണ്ട എന്റെ ജോലി പോകും. അതിന് ഞാൻ എന്ത് ചെയ്യാന്? റസാഖ, എന്തെങ്കിലും ഒരു മാർഗം കാണണം. പാസ്പോർട്ട് ഇക്കാമയില്ലാത്ത ഒരാളെ മോളിൽ കയറ്റി താഴെ വീഴ്ത്താൻ ഞാൻ പറഞ്ഞു. ഒരബദ്ധം പറ്റിയതാ. റസാഖ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ അയാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയും. പിന്നെ വേസ്റ്റ് സാധനങ്ങൾ ഏറ്റെടുക്കല്ലേ റസാഖയുടെ പണി. എങ്ങോട്ട് വന്നേക്കാം. അല്ല, റസാഖ പോയാ നിങ്ങള് 2 ദിവസം കൂടെ അയാൾ ഇവിടെ താമസിപ്പിക്കും. അതിനിടയിൽ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. روح من هنا، ما ابغي اسمع شيء. هذه الخدامة اساءت لسمعتي. روح روح. صديق لو في كانت من هندي لازم انا يعرف انا يجي من سفارة. لا تتكلم ولا كلمة. ما ابغي اسمع شيء من المليباري. انت كمان خربان وكل الهنود خربانين، والا ابلغ الشرطة. get lost. എന്തായി, വല്ല തുമ്പും നടഞ്ഞോ? അറബിയിലും മുട്ടൻ തെറികളുണ്ടെന്ന് ഇന്നാ മനസ്സിലായത്. പോയത് അങ്ങേരുടെ മുതലല്ലേ, പിന്നെ തെറി പറയാതിരിക്കൂ. ആ അറബിയുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വഴി അന്വേഷിച്ചാൽ എന്തെങ്കിലും തുമ്പ് കിട്ടും. എന്നിട്ട് എന്നാത്തിനാ? ആ അജിത്ത് മേനോന് പത്രത്തിലിടാൻ ഒരു വാർത്തയും കിട്ടും, റസാഖയുടെ പോക്കറ്റിൽ കിടന്ന കുറച്ച് റിയാല് പോയും കിട്ടും. അജിത്തിന് വാർത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം മാത്രമല്ല വർഗീസ് ചെയ്ത്. ആ സ്ത്രീ നിരപരാധിയാണെങ്കിലോ? എങ്കിൽ ഈ മിസ്സിങ്ങിന് പിന്നിൽ എന്തെങ്കിലും കൂടി കാരണം കാണും. انت مسلمة، الله ما يغفر لك اللي عملتيه. انت لو خربتي سمعة اهلي اقتلك. بابا اضربها، ادبها. وينك يا حيوان؟ انا اترك عشان انت معنا من 10 سنين. ايوه، ما ابغي اشوفك هنا ثاني. روح من هنا ولا اسلمك للشرطة. روح. اللي جوا ما تعطيني حتى مويه.
അവരെല്ലാം ഉറങ്ങി. അക്കുൽ, നോ ഫുഡ് പ്രോബ്ലം. അക്കുൽ, روحي هنا وإلا أنت في مشكلة. കണ്ട കുഴപ്പമൊന്നും പറഞ്ഞല്ലേ ഞാൻ. രണ്ടുപേരും കേട്ടില്ല. ഹലോ ഉസ്മാൻ. ഹലോ പെങ്ങളെ, എനിക്കൊരു അബദ്ധം പറ്റി. അതിന് കിട്ടുകയും ചെയ്തു. ഇപ്പൊ പാവം പെണ്ണിന്റെ കാര്യം ഓർത്തിട്ടാ. അവൾ അവിടെ ഇട്ട് കൊന്നുകളയും. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും പുറത്തു കിടന്ന അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി കൊടുക്കാൻ ഞാൻ. പെങ്ങൾ അവളെ പുറത്ത് ചാടാൻ ഒന്ന് സഹായിക്കണം. ചാടാനോ? അവരെങ്ങാനും അറിഞ്ഞ? ഇപ്പൊ ചാടിയാൽ ആരും അറിയില്ല. ഞാനിപ്പോ വീടിന് പുറകിലുണ്ട്. പ്ലീസ് പെങ്ങളെ, ഒന്ന് സഹായിക്കണം. നിങ്ങളുടെ മുറിയിലെ AC മാറ്റിയ ഹോള് കാർബോർഡ് വച്ച അടച്ചിരിക്കുന്നത്. അത് തുറന്ന് പുറത്തേക്ക് കടന്ന വീടിന്റെ പുറകിലെത്താം. ഞാൻ ആ ഭാഗത്തുണ്ട്. ഫാത്തിമയ്ക്കൊന്ന് കൊടുക്കോ? ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഹലോ ഉസ്മാൻ. كيف راحت؟ انت عارفة. قولي قولي. انت عارفة، قولي اتكلمي. ما ادري. ليش عثمان اتصل امس بالليل؟ ما تحتاجين الجوال. ليش ما خبرتيني؟ كنت بطرش الدراوين والله. خلاص اوكي، يلا لا تتأخري. يلا باي.